കുറച്ച് ദിവസമായിട്ട് രാവിലത്തെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറിയിട്ട് വേറൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ ഒരു 10 മണിക്കാണ് സമയത്ത് ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതാ തറവാട്ടിലേക്ക് വരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കൊച്ചു സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിപ്പെടുന്ന സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഞാനിവിടെ താത്താരുടെ അടുത്ത് കൊടുന്നാക്കി കൊടുത്തതിൻ്റെ ശേഷം വണ്ടി എടുത്തിട്ട് പോകലാണ്. അങ്ങനെ ആകുമ്പോൾ രാവിലെ തന്നെ കൊച്ചു സ്കൂളിൽ പോകുന്ന സമയത്തിന് അവനോട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറയും. അതിനാകുമ്പോൾ എനിക്ക് പിന്നെ വന്നാൽ മതിയല്ലോ. പിന്നെ കുട്ടീനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ അന്ന് ഞാൻ പോണത് അംഗൻവാടിക്കാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് 6 മാസം ആകുന്നത് വരെ നമുക്ക് സാധനം കിട്ടൂലേ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ആ കുട്ടീനെ ഞാൻ വലിയ താത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പിന്നെ മോട്ടിനെ ക്യാമറാമാനാക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടി ആകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കുട്ടീനെ അവിടെ ആക്കിയിട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് എത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞാൻ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു പാക്കറ്റ് റാഗിപ്പൊടി, പിന്നെ ഒരു പാക്കറ്റ് നുറുക്ക് ഗോതമ്പ്, പിന്നെ 1/2 പാക്കറ്റ് കടലയും. ഇങ്ങനെയാണ് നമുക്ക് ഓരോ മാസം കിട്ടുക. ചില മാസങ്ങളിൽ നമുക്ക് വലിയ ഗോതമ്പ് കിട്ടും. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടതാ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മടങ്ങിയപ്പോൾ കുറച്ച് സമയം അവിടെ തറവാട്ടിൽ താത്താരടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ ഞാനും കുട്ടി ഒറ്റക്കറ്റില്ലേ, കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്നത് വരെ. അപ്പോൾ കുറച്ചധികം സമയം ഞാൻ അവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് ഞാൻ ഇന്ന് ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സേമിയ പായസമാണ്. കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് പായസം കിട്ടിയിട്ടോ. വീട്ടിലുണ്ടാക്കിയതല്ല, വേറെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഭയങ്കര ടേസ്റ്റ് കുറച്ചുള്ളതിന്. പക്ഷേ അത് പൂതി മാറാമെന്നും ഉണ്ടായില്ല. അന്ന് വിചാരിച്ചിരിക്കണ് കുറച്ച് തോനെ സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുകയുണ്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ സേമിയ പായസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. സാധാരണ ഞാൻ ഇതുപോലെ സേമിയ പായസം എല്ലാം ഇങ്ങനെയല്ല സാധാരണ ഉണ്ടാക്കൽ. ഇത് നമ്മൾ പിന്നെ പിങ്ക് പായസം ഉണ്ടല്ലോ, പിങ്ക് പാലട ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതേക്കെ പോലത്തെ ഒരു പായസമാണ്. അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചത്. എങ്ങനെയാണ് ആവുകയെന്ന് അറിയില്ല, ഒരു പരീക്ഷണമാണ് കേട്ടോ. എന്തായാലും കുക്കറിൽ ഇട്ടിട്ടാണ് എല്ലാ സംഗതിയും റെഡിയാക്കുന്നത്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി, പിന്നെ അതിലേക്ക് അത് കോരിയതിന് ശേഷം അത് നെയ്യ്ക്ക് തന്നെ കുറച്ച് നമ്മൾ സേമിയ ചെറുതായി മുറിച്ചിട്ട് അതൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പിങ്ക് കളറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, പഞ്ചസാര ക്യാരമൽ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. സത്യത്തിൽ ആദ്യം ഞാൻ നെട്ടിപ്പോയി, ഇതെന്ത് സംഭവം, ഇത് റെഡി ആവില്ലേ എന്നൊക്കെ. പക്ഷേ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ അതൊക്കെ റെഡി ആയിട്ടോ. പാല് പിങ്ക് പായസം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാബുനരി ഉണ്ടല്ലോ, നമ്മൾ കണ്ണരി അറിയില്ലേ, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ സേമിയ പായസത്തേക്ക് അതും കൂടി കൂടുമ്പോഴല്ലേ ഒരു ടേസ്റ്റ്. അങ്ങനെ കുറച്ചും കൂടി പാലും കൂടി വെച്ചിട്ട് ഞാനൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുക്കറിൻ്റെ അടപ്പ് വിസിൽ ഉരിച്ചിട്ട് വെയിറ്റ് ഉരിച്ചതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ ആക്കിയെടുത്തിട്ടോ. പിന്നെ അതിന് ശേഷം അത് തുറന്ന് വിസിൽ തീയൊക്കെ ഓഫാക്കി വെയിറ്റൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുറന്ന് നോക്കുന്നത്. യാമിക്കുട്ടി സ്കൂളിൽ വന്നതിന് ശേഷം ആ കുട്ടീനെ കൊഞ്ചി ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ പായസം തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു. തുറന്നതേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു. പിന്നെ അതേക്ക് നമ്മളെ ഏലക്കായി കുറച്ച് കുത്തിയിട്ടോ. അതാണ് നമ്മുടെ പായസം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യാമിക്കുട്ടിയും കൂടി പായസം കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കൂടി നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.